അപ്പൊ നമുക്ക് നോക്കാല്ലേ? ചേട്ടൻ ഈ നാട്ടിലൊന്നും അല്ലേ? ഇവിടുത്തെ സംഭവ വികാസങ്ങളൊന്നും അറിഞ്ഞില്ലേ? നിങ്ങളെ രണ്ടുപേരെയും പറ്റി ഞാൻ ചില ന്യൂസ് ഒക്കെ കേട്ടല്ലോ. എന്ത് ന്യൂസ്? എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ജനങ്ങൾ നികുതി ഭാരം കൊണ്ട് കഷ്ടപ്പെടുകയാണ്. ഇപ്പോഴിതാ ഒരു പുതിയ നികുതി കൂടി അടിച്ചേൽപ്പിച്ചിരിക്കുന്നു. എവിടുന്ന് ഈ ശബ്ദം? താൻ കേട്ടാ? ചേട്ടൻ എന്താ കേട്ടത്? ആരോ സംസാരിക്കുന്നത് പോലെ. ചിലപ്പോ എനിക്ക് തോന്നുന്നതായിരിക്കോ? നിർബന്ധപൂർവം പ്ലാസ്റ്റിക് കൊണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓരോ വീട്ടിൽ നിന്നും 70-50 രൂപ വെച്ച് പിരിക്കുകയാണ്. നന്ദി വേണോടാ, നന്ദി. തൽക്കാലത്തെ ആവശ്യത്തിന് ഇതിരിക്കട്ടെ. കൊണ്ട് നിവർത്തിയില്ല. ആദ്യം 50 രൂപയായിരുന്നു, പിന്നെ 70 രൂപയാക്കി. ഇനി അടുത്ത 100 രൂപയാക്കുമെന്നാണ് പറയുന്നത്. അത് ഞാൻ ഇതിലേ കേട്ടു, ഇതിലേ വിട്ടു. പോട്ടെ പോട്ടെ പോട്ടെ, നടക്കില്ല പരമേശ്വര, നടക്കില്ല. ഈ പൈസ പിരിച്ചിട്ട് എവിടെ പോണു? അയ്യോ, അതൊക്കെ ഇപ്പൊ എങ്ങനെ ഓർത്തിരിക്കാനാ? 2 നില ബസ് ഉണ്ടാക്കിക്കൊണ്ട് നവകേരള നടത്തി. എന്തുണ്ടാക്കി? 2 ബോണ്ട, ഒരു സവാളവട, ഒരു സുഖിയൻ. വല്ലതും ഉണ്ടാക്കിയോ? പിന്നാക്ക് എന്താ ഭരണിയിലെ കാര്യം പറഞ്ഞതാ? ഒരു പ്ലാസ്റ്റിക് കുപ്പിക്ക് 2 പ്രാവശ്യം കാശ് കൊടുക്കണം. പറയുന്ന കാര്യങ്ങൾ കുറെയൊക്കെ ശരിയല്ലേ? പൈസ നമ്മൾ കൊടുത്തില്ലെങ്കിൽ പഞ്ചായത്തിലെ വീട്ടിൽ കരം കൊടുക്കാൻ പോണ്ടേ, വേറെ പല ആവശ്യങ്ങൾക്ക് പോണ്ടേ. അപ്പോഴൊക്കെ ഇതെല്ലാം കൂടെ ചേർത്ത് പൈസ എടുത്ത് സർട്ടിഫിക്കറ്റ് കയ്യിലിരിക്കണ കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങി എന്ന് പറഞ്ഞ പോലെ. 70 രൂപ വെച്ച് കൊടുക്കാൻ പറ്റും. നിവർത്തിയില്ല, എന്നെ കൊണ്ട് 70 രൂപ ഞാൻ കൊടുക്കുന്നില്ല. വന്നാലും ഞാൻ അത് പെൻഡിങ്ങിൽ ഇട്ടിരിക്കുകയാണ്. എനിക്ക് കൊടുക്കാൻ കാശില്ല, ഞാൻ മോഷ്ടിക്കാൻ പോകും. അല്ല, സീരിയസ് ആയിട്ടാ. അമ്മാവ, നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതം ഇക്കാലത്തെ ധർണ പോലാകും. ഒരെത്തും പിടിയും കിട്ടിയാൽ അത് എണ്ടി പോവും. എന്റെ മുമ്പോട്ടുള്ള ജീവിതം എനിക്കൊരു പ്രശ്നമല്ലടാ, അതറിയാം. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. അമർത്തിയോ? അമർത്തി. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.